ഒന്നെന്തായിരിക്കണം, ഒരു ബിസിനസ്സിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുന്നു, നമ്മൾ അല്ലെങ്കിൽ ഒരു സർവീസ് കൊണ്ടുവരുന്നു, നമ്മൾ പുതിയൊരു സാധനം വരുന്നു, ഇതെന്തായിരിക്കണം, ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനം ആയിരിക്കണം. കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനം ആയിരിക്കണം. കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ കൊണ്ടുവരുമ്പോൾ അതെന്തായിരിക്കണം, വയബിൾ ആയിരിക്കണം. വയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നതായിരിക്കണം. പിന്നെന്തായി, അടുത്തെന്താണ്, ടെക്നോളജി എന്തായാലും വലിയ വലിയ ഇലോൺ മസ്കിന്റെ ഇത് കണ്ട ആവേശം കൊണ്ട് ഇവിടെ കമ്പനി തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ടെക്നോളജിയും വിസിബിൾ ആയി കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി വരുമ്പോൾ ഞാൻ എൻ്റെ ബുദ്ധി അവിടെ പ്രയോഗിക്കും. അതാണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് എൻ്റെ സ്ഥാപനത്തിന് മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റുന്നത്. മറ്റേതൊക്കെ എല്ലാവർക്കും നമുക്ക് ഗണിച്ചു നോക്കാം, അല്ലേ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇന്നോവേഷൻ നിങ്ങളുടെയും എൻ്റെയും ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതൊരാൾക്കും പറ്റില്ല. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞിരുന്നത്, ഈ ഹണി ബിസിനസ്സിൽ ഏർപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എങ്കിലും തേനീച്ചയോട് ആരോ ചോദിച്ചു, നിങ്ങൾ കൂട്ടിയുണ്ടാക്കുന്ന ഈ തേൻ മുഴുവൻ മനുഷ്യന്മാർ കട്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ തേനീച്ച പറഞ്ഞതായിട്ട് പറയുന്ന മറുപടി, എൻ്റെ ക്രിയേഷനെ കട്ടുകൊണ്ടുപോകാനേ പറ്റുള്ളൂ, എൻ്റെ ക്രിയേറ്റിവിറ്റീനെ കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല. ഈ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ താഴെ പോയാലും മുകളിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ളവർ എവിടെ പോയി കഴിഞ്ഞാലും മുകളിലേക്ക്. അപ്പോൾ ചോദ്യം ഇതാണ്,